ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി INS ആരിധമാൻ കമ്മീഷൻ ചെയ്തു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അന്തർവാഹിനി കമ്മീഷൻ ചെയ്തത്. വിശാഖപട്ടണത്താണ് ചടങ്ങ് നടന്നത്. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, രാജ്യം മുഴുവൻ അഭിമാനത്തോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരു ചടങ്ങായിരുന്നു അത്. നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ കടൽ ശക്തി വലുതാവുകയാണ്, നമ്മുടെ പ്രതിരോധം മികച്ചതാവുകയാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. രാജ്യത്തിന് വലിയ വാഗ്ദാനമാണത്. തീർച്ചയായും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന പരിപാടിയിലാണ്, നടന്ന ചടങ്ങിലാണ് ഇത്തരത്തിലേക്ക് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. വളരെ നിശബ്ദതയോടുകൂടിയാണ് ഇത്തരത്തിലേക്കുള്ള പലതരത്തിലുള്ള ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ അതുണ്ടാകാറുള്ളത്. നേരത്തെ അരിഹന്തിനും അരിഘട്ടിന്റെയും കാര്യത്തിലും അങ്ങനെയായിരുന്നു. 2016 അരിഹന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്, 2024 അരിഘട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അരിധമാൻ കൂടി ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. 6500 മുതൽ 7000 ടൺ വരെയുള്ള പവർഫുൾ ആയിട്ടുള്ള ബ്ലാസ്റ്റിക് മിസൈലുകൾ അടങ്ങിയിട്ടുള്ള അന്തർവാഹിനി കപ്പലാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രി എക്സ്പോസിലൂടെയാണ് ഇക്കാര്യം ആദ്യഘട്ടത്തിൽ അറിയിക്കുന്നത്. വെറും വാക്കല്ല, ശക്തിയുടെ പ്രതീകമാണ് രാജ്യത്തിന് സമർപ്പിക്കാൻ പോകുന്നതെന്നായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ എക്സ്പോസ്. അതിനുശേഷമാണ് INS താരഗിരി ഇപ്പോൾ യുദ്ധക്കപ്പലാണ് ആദ്യഘട്ടത്തിൽ രാജ്യത്തിന് സമർപ്പിച്ചത്. അതിനുശേഷവും ഒരു കൃത്യമായ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കാരണം ഒരു ആണവ അന്തർവാഹിനിയാണ്, ഒട്ടും തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടല്ല ഇത്തരത്തിൽ ഉദ്ഘാടനത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ രഹസ്യമാക്കി വെക്കുകയും ഒരു ഒറ്റ വാക്കിലൂടെ മാത്രം പ്രതിരോധ മന്ത്രി അത് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് രാജ്യത്തിന് സമർപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. SSBS എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ഷിപ്പ് സബ്മറൈസ്ഡ് പവർഫുൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ പദ്ധതിയാണ് ഈ കേന്ദ്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവിഷ്കരിക്കുകയും ചെയ്തത്. മൂന്നാമത്തെ രാജ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനി കപ്പലെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ UK-യുടെയും ഫ്രാൻസിന്റെയും ചൈനയ്ക്കുമൊപ്പം നമ്മളും ഇപ്പോൾ ആ പ്രതിരോധ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അന്തർവാഹിനി കപ്പൽ അത് 3 എണ്ണമാണ് രാജ്യത്തിന് സ്വന്തമായുള്ളത്. അത് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ. മാധു, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം അഭിമാനകരമായ നിമിഷത്തിന് സാക്ഷിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.